إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ബനി ഇസ്രായേല്യരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പല അധ്യായങ്ങളിലുമായി ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം അവരുടെ ചരിത്രം കൂടുതലായി പ്രതിപാദിക്കാനുണ്ടായിട്ടുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ മാനവ സമൂഹത്തിന് അവതരിപ്പിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാമിൻ്റെ അതാത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ അവഗണിക്കുകയോ മാറ്റിമറിക്കുകയോ ചെയ്തുകൊണ്ട് ജീവിതത്തെ കേവലം ഭൗതികവൽക്കരിച്ചു എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടുത്തെ നിവാസികളായിട്ടുള്ള യഹൂദികളുമായി സന്ധി ചെയ്തുകൊണ്ടും യോജിപ്പോടെയും പരസ്പര ധാരണയോടുകൂടിയും മുന്നോട്ട് പോവുക എന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ചതിയിലും വഞ്ചനയിലും അകപ്പെടുത്തുകയും
ശത്രുക്കളുമായി സന്ധി ചെയ്തുകൊണ്ട് ധാരണയിലെത്തിക്കൊണ്ട് മദീനയിൽ നിന്നവരെ പുറത്താക്കാനുള്ള ഗൂഢ പദ്ധതികൾ ആവിഷ്കരിക്കുകയുമൊക്കെ ചെയ്തതിൻ്റെ ഫലമായി മദീനയിൽ നിന്ന് അവരെ പുറത്താക്കുകയും സ്വഹാബികളോട് ജൂതന്മാരുമായി എല്ലാ നിലക്കും നിങ്ങൾ വ്യത്യസ്തത പുലർത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ, വേഷവിധാനങ്ങളിൽ പോലും അവരുമായി താദാത്മ്യം പ്രാപിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കാനുണ്ടായിട്ടുള്ള കാരണം അവരുടെ ദീനിനെ അവർ പുറകോട്ട് വലിച്ചെറിഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വനബദൂഹു വറാഅ ളുഹൂരിഹിം, വേദഗ്രന്ഥത്തെ അവർ അവരുടെ പുറകോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വേദഗ്രന്ഥത്തിലെ വാചകങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അടർത്തിയെടുത്ത് തെറ്റായി അവിടെ തിരികെ കയറ്റുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്തു. ഈ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഫളൽനാകും അലാ കസീരിൻ മിനൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകരെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് അവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നേരെ കണ്ട് വളർന്ന് വികസിച്ചവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിയർ. ആ ഇസ്രായേലിയരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണത്താലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നിങ്ങൾക്ക് മാറാൻ സമയമായിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് അവസരമായിട്ടില്ലേ, സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് ഭയപ്പാടുണ്ടാകാൻ സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവതരിച്ചിട്ടുള്ള സത്യമായ കാര്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ജൂത നസാറാക്കളെ പോലെ ആവാതിരിക്കാനും സമയമായിട്ടില്ലേ? ഫതവാല അലൈഹിമുൽ അമദു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആ ജനവിഭാഗത്തിന് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമായുള്ള ഇടപഴകിയുള്ള ജീവിതവും അതിനുശേഷമുള്ള ജീവിതവും കുറേ കാലങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ കടുത്തുപോയി. നേരായ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ദീനിന്റെ വിജ്ഞാനം കൊണ്ടും ഭയഭക്തി കൊണ്ടും തഖ്വ കൊണ്ടും ഖുശൂഅ് കൊണ്ടും വിനയപ്പെടുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഫഖസത്ത് ഖുലൂബുഹും ഫകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ നിന്ന് അധികം ആളുകളും വളരെ മോശമായി ജീവിതം നയിക്കുന്നവരായി മാറി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് അവരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങൾ, അവരുടെ സ്വഭാവ രീതികളിൽ, ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദുനിയാവിന് വേണ്ടിയാണ് എല്ലാത്തിനെയും അവർ വ്യാഖ്യാനിക്കുന്നതും ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളും കാര്യങ്ങളും അതിന് മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമീപനവുമാണ് അവരുടെ ജീവിതത്തിലുടനീളം അവർ കാണിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല
മുസ്ലിങ്ങളെ ഖുർആൻ അവരുടെ ജീവിത രീതി സ്വീകരിക്കുന്നതിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തകൂനു കല്ലദീന ഊതു മൂസ, ലാ തകൂനു കല്ലദീന ആവൗ മൂസ, ലാ തകൂനു കല്ലദീന ആദൗ മൂസ. മൂസാ നബി അലൈഹിസ്സലാമിനെ ഉപദ്രവിച്ച ആ ജൂതന്മാരെ പോലെ നിങ്ങൾ ആവരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അവർ പറഞ്ഞുണ്ടാക്കിയതിൽ നിന്നും അല്ലാഹു മൂസാ നബിയെ മുക്തനാക്കിയിട്ടുണ്ട്. വകാന ഇൻദല്ലാഹി വജീഹ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ അടുക്കൽ വളരെ ആദരണീയനായിട്ടുള്ള വ്യക്തിത്വമാണ് എന്ന് അല്ലാഹു പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാമിലൂടെ രക്ഷപ്പെട്ട, മൂസാ നബി അലൈഹിസ്സലാമിലൂടെ വലിയ ഒരു കിരാതമായ ഭരണാധികാരിയുടെ അക്രമത്തിൽ നിന്ന് മോചനം നേടിയ, ആകാശത്തു നിന്ന് മന്നയും സൽവയും ഇറക്കി കൊടുത്തുകൊണ്ട് സംരക്ഷിച്ച, സഞ്ചരിക്കുന്ന മരുഭൂമിയിലൂടെ മേഘം കൊണ്ട് തണലിട്ടുകൊണ്ട് ആദരിച്ചിട്ടുള്ള, ആ രൂപത്തിൽ സംരക്ഷിച്ചിട്ടുള്ള ഇസ്രായേലിയരെ സംബന്ധിച്ചാണ് ഖുർആൻ നിങ്ങൾ അവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞത്. ഭൗതിക കാര്യങ്ങളിൽ യഹൂദികൾ വെച്ചു പുലർത്തുന്ന രീതിയിൽ നിന്ന് പാഠം പഠിക്കാൻ വേണ്ടിയാണ് ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഇസ്രായേൽ സന്തതികൾക്കെതിരായി ഖുർആനിലെ എല്ലാ കുറ്റപ്പെടുത്തലുകളും ഒരു കേന്ദ്ര ആശയം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ആ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് അവരുടെ ദീനിയായിട്ടുള്ള സമീപനം അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള രൂപത്തിലല്ല എന്നുള്ളതാണ്. എല്ലാത്തിനെയും ഭൗതികമായി കാണുക എന്നുള്ളതാണ്. ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി വിശ്വാസത്തെ പോലും മാറ്റിമറിക്കുക എന്നുള്ളതാണ്. അവരുടേത് സമഗ്രമായ എല്ലാ നിലക്കും ഭൗതിക ദർശനമാണ് അവരുടെ ജീവിതത്തിലുള്ളത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, പണവുമായുള്ള അവരുടെ ബന്ധം, മനുഷ്യ സമൂഹവുമായുള്ള അവരുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ, ഇവരെല്ലാം നമുക്ക് സങ്കുചിതമായ കേവലം അവരുടെ നിലനിൽപ്പും അവരുടെ ഭദ്രതയും അവരുടെ സമുദായത്തിന്റെ ഭദ്രതയും അവരുടെ നാടിന്റെ ഭദ്രതയും ഇതെല്ലാം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജൂതന്മാർ അവിടെ താമസമുണ്ട്. അവരാണ് ആ നാടിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത്. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം അറബികൾ മദീനയിൽ മുമ്പേ താമസിക്കുന്നുണ്ടായിരുന്നു. ആ രണ്ട് വിഭാഗങ്ങളിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് അൻസ്വാറുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഈ അറബികൾ അവരാണ്. ഔസ് ഖസ്റജ് ഗോത്രം. ഈ രണ്ട് ഗോത്രങ്ങൾ ഖുറൈശികൾ ഈ പോലെ തന്നെ അവിടെ താമസിച്ചിരുന്ന ഈ രണ്ട് ഗോത്രങ്ങൾ അവിടെയുള്ള പരിമിതമായ വെളിലെണ്ണാവുന്ന ചെറിയ ഒരു ജനവിഭാഗമാണ് ജൂതന്മാർ. എല്ലാം 3-4 ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം കൂടി കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ മദീനയിലെ മുഴുവൻ സമ്പത്തും അവരുടെ കയ്യിലാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരിൽ നിന്ന് പലിശക്ക് കടമെടുക്കണം, അവരുടെ തോട്ടങ്ങളിൽ അധ്വാനിക്കണം, തുച്ഛമായ വേതനം മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളൂ. എല്ലാ വിധേനയും കഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം അവർ സ്വീകരിക്കാൻ കാരണമെന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, അവർ മനുഷ്യരല്ല എന്ന ഒരു നിലപാട് അവർക്കുണ്ടായത്. ഏതുപോലെ ഇവിടെയുള്ള ചാതുർവർണ്ണ്യത്തിന്റെ ആ ഒരു സമീപനമാണല്ലോ ഇവിടുത്തെ ഉയർന്ന ജാതിക്കാർക്കുള്ളത്. ഇതെവിടെ നിന്നാണ് വന്നത്? പേർഷ്യയിൽ നിന്നാണ് വന്നത്. ഇറാഖ് പ്രദേശങ്ങളിൽ നിന്നാണ് ആര്യന്മാർ വന്നിട്ടുള്ളത്. ആര്യന്മാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. മനുഷ്യരിൽ 4 വിഭാഗം ആളുകൾക്ക് താഴെയുള്ള ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്നവരും മനുഷ്യരല്ല എന്ന നിലപാടാണ് ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനം. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്.
അതിൻ്റെ ആ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതേ സമീപനമാണ് അവർ സ്വീകരിച്ചത്. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് ذَلِكَ بِأَنَّهُمْ قَالُوا, അവർ ഇങ്ങനെ പറയാനുണ്ടായ കാരണം, ഈ ഒരു സമീപനം അവർ സ്വീകരിക്കാനുണ്ടായ കാരണം, അവർ പറയും ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീൽ, നിരക്ഷരരായ മദീനയിലെയും മക്കയിലെയും അറബികളെ സംബന്ധിച്ചുള്ള പേര് ഉമ്മിയി എന്നാണ്. ഖുർആൻ അതൊരു മേന്മയായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ, ഉമ്മിയികളിൽ നിന്ന് അല്ലാഹു ഒരു ദൂതനെ നിയോഗിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. അക്ഷരജ്ഞാനമില്ലാത്തവർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാനോ വായിക്കാനോ അറിയാത്ത ആളായിരുന്നു. ആ ഉമ്മിയികളിൽ തന്നെയാണ് ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഉമ്മിയികളെ സംബന്ധിച്ച് ഒരു പരിഗണനയും നൽകേണ്ടതില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. വയഖൂലൂന അലല്ലാഹിൽ കദിബ, യഥാർത്ഥത്തിൽ ഇത് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് പറഞ്ഞതിന് വിരുദ്ധമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ കളവ് പറയുകയാണ് ചെയ്യുന്നത്. വഹും യഅലമൂൻ, അവർ അറിയുന്നവരായിരിക്കെ മാനവ സമൂഹത്തെ മുഴുവനും ഒന്നായി കാണണമെന്നും എല്ലാവരോടും ഏകോദര സഹോദരന്മാരായി വർത്തിക്കണമെന്നും പരസ്പര സഹായ സഹകരണത്തോടു കൂടിയാണ് ജീവിക്കേണ്ടതുമെന്നാണ് വേദഗ്രന്ഥത്തിന്റെ ഉപദേശം, തൗറാത്തിന്റെ ഉപദേശം. ആ ഉപദേശത്തെ അവർ വലിച്ചെറിഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ടാമത് വിഗ്രഹ ആരാധന എന്ന് കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, ജൂത നസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ മഖാമുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി, ഉത്സവ കേന്ദ്രങ്ങളാക്കി. വഅകാബിരിഹിം എന്ന് മറ്റൊരു ഹദീസിൽ കാണാം, അവരുടെ മഹാപുരുഷന്മാരുടെ ഖബറുകളെയും അവർ ഈ രൂപത്തിൽ ആക്കി കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊന്നും നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്. ഇപ്പൊ അടുത്ത് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു തങ്ങൾ മരിച്ചു. ആ തങ്ങളുടെ ഖബർ മയ്യത്ത് മറമാടി ഉടനെ തന്നെ അത് സാധാരണ ഖബറായി ആ രൂപത്തിൽ അതിനെയെല്ലാം ആക്കി. പെട്ടെന്നാണ് അതിനെ സിമന്റ് ഇട്ട് ഉറപ്പിക്കുന്നത്, അതിനെ വന്ന് മൂടുന്നത്, പച്ച പുതക്കുന്നത്, ചുറ്റും കമ്പിവേലി കെട്ടുന്നത്, പൈസയുടെ പെട്ടി സ്ഥാപിക്കുന്നത്, ആളുകൾ സിയാറത്തിന് വേണ്ടി വരുന്നത്, പണങ്ങൾ കുന്നുകൂടുന്നത്. ഇതാരുണ്ടാക്കിയതാണ്? ഏത് ദീനിൽപ്പെട്ടതാണ്? ഇസ്ലാം ദീനിൽ ഇങ്ങനെ ഒരു നടപടിയുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹാനായ ഒരു വ്യക്തിത്വം ഇസ്ലാമിക സമൂഹത്തിലുണ്ടോ? അങ്ങനെയുള്ള ഒരു നടപടി അന്ന് മുതൽ ഇന്ന് വരെ അവിടെയുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ഒരു വലിയ മുസ്ലിം ഉമ്മത്തിനുണ്ടോ? എത്രയെത്ര മഹാന്മാരായിട്ടുള്ള ആളുകളാണ് കടന്നു പോയിട്ടുള്ളത്. അവരുടെയൊക്കെ ജീവിതത്തിൽ, അവരുടെയൊക്കെ സമീപനത്തിൽ, അവരുടെയൊക്കെ മരണശേഷം മുസ്ലിം ഉമ്മത്തിൽ ഇതുപോലെ നിർബാധം തുടരുന്നുവെന്ന് വരുന്ന ഒരാചാരം ഏതെങ്കിലും കിതാബുകളിൽ ഏതെങ്കിലും ഇമാമുകൾ മാതൃകയായി എഴുതി വെക്കുകയോ ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ആചാരമാണെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും മുസ്ലിം സമുദായത്തിൽ ഇതുപോലെയുള്ള ആചാരങ്ങൾ കണ്ടുവരുന്നു എന്ന് പറയുന്നത് ജൂതനസാറാക്കളുടെ പാരമ്പര്യത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പിൻപറ്റുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തു. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലദഖൽതുമൂഹു. തീർച്ചയായും മുൻ വേദക്കാരുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഏതുവരെ എന്ന് വെച്ചാൽ അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുക എന്നത് നിങ്ങൾ കണ്ടാൽ
എന്തിനു വേണ്ടി എന്നാലോചിക്കാതെ നിങ്ങളും അതുപോലെ അതിൽ പ്രവേശിക്കും. ഉടുമ്പിന്റെ മാളം എന്നാൽ പ്രവേശിക്കാൻ പ്രയാസമുള്ള ഒരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിൽ പോലും പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും പ്രവേശിക്കുന്ന സമീപനം നിങ്ങളിലുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഒരു സമീപനം ഇസ്രായേലിന്റെ ജീവിതത്തിലുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ ആവശ്യപ്പെട്ടുവല്ലോ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇതെല്ലാം കണ്ട നേർക്ക് നേരെ സ്വയം കണ്ണുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മഹത്വം ദർശിച്ച, മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്തിനെ നേരിൽ കണ്ട, ഫിർഔൻ മുങ്ങി നശിച്ചത് നേരിട്ട് അനുഭവിച്ച, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ നേരിൽ കണ്ടിട്ടുള്ള ആ ആളുകൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നത് എന്താ? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, അല്ലയോ മൂസ, അവരൊക്കെ പ്രത്യക്ഷമായ ഇലാഹുകളെ വെച്ച് പൂജിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് അതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ പ്രതിഷ്ഠിച്ചു തരിക. ഞങ്ങൾക്കും നേർക്ക് നേരെ കണ്ട് ആരാധിക്കുവാൻ, നേർക്ക് നേരെ കണ്ട് ചോദിക്കുവാനുള്ള ഇലാഹിനെ ഞങ്ങൾക്ക് നീ സ്ഥാപിച്ചു തരിക എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ സംഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. മക്ക ഫതഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. മക്ക വിജയത്തിലെ ആ സന്ദർഭത്തിൽ വിജയിച്ചിട്ടുള്ള കുറെ പൊതുവിശ്വാസികളുള്ള വലിയ ഒരു സൈന്യവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. കുറെ അങ്ങോട്ടെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ ആവശ്യപ്പെട്ടു, ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്. അല്ലയോ പ്രവാചകരെ, ഈ യുദ്ധത്തിലൊക്കെ ജയിക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ പണ്ട് ഒരു ദാതു അൻവാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബർക്കത്താക്കപ്പെട്ട ഒരു മരമുണ്ട്. ആ മരത്തിൽ ഞങ്ങളുടെ ആയുധങ്ങൾ കൊളുത്തി ബർക്കത്ത് തേടുകയും ആ ബർക്കത്ത് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്കൊക്കെ ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്തിനെ നിശ്ചയിച്ചു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാക്ക് കേട്ട് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഈ പറഞ്ഞ വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വാക്ക് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇസ്രായേലിയർ പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ്. അതേ വാക്കാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊക്കെ ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇസ്രായേലിയർ ആവശ്യപ്പെട്ട അതേ കാര്യമാണ് നിങ്ങളിപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹിനെ ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ സഹായത്തെപ്പറ്റി അവർക്ക് വിശ്വാസക്കുറവില്ല. പക്ഷെ ആ വിശ്വാസമെല്ലാം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം യുദ്ധത്തിൽ കിട്ടുവാൻ ഈ ഒരു ബർക്കത്തെടുക്കൽ അനിവാര്യമാണ് എന്നുള്ള ധാരണയിലാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അള്ളാഹുവിനെ നിഷേധിക്കാത്ത, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത, അള്ളാഹുവാണ് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നവരെന്ന് വിശ്വസിക്കുന്ന, യുദ്ധത്തിലും യുദ്ധത്തിലല്ലാത്ത സന്ദർഭത്തിലും നമ്മളെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ് യഥഞ്ചലമായി വിശ്വസിക്കുന്ന ആ ജനവിഭാഗത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? നിങ്ങൾ അപ്പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അവിടെയാണ് പറഞ്ഞത്, നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുൻഗാമികളുടെ ഈ നടപടിക്രമങ്ങളെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തിലെല്ലാം ധാരാളം ഉപദേശങ്ങൾ സ്വഹാബികൾക്ക് നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇസ്രായേല്യരെ മരുഭൂമിയിൽ താമസിപ്പിച്ച് ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ സംരക്ഷകനായി നിശ്ചയിച്ച്
തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂർ മലയിലേക്ക് പോവുകയാണ്. 40 ദിവസത്തെ നോമ്പെടുത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു വേണം തൗറാത്തുമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തൗറാത്തുമായി തിരിച്ചു വരാൻ. ആ സന്ദർഭത്തിന് ആ കാലയളവിനിടയിൽ സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചില വസ്തുക്കളെ കൊണ്ട് പശുക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കി ഒരു രൂപമുണ്ടാക്കിയിട്ട് അവൻ പറഞ്ഞു, ഇത് മൂസ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇലാഹാണ്, അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് ഇതിനെയാണ് എന്നവൻ ഈ ജൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേലിയരോട് പറഞ്ഞു. അവർ അതിന്റെ ചുറ്റും ഭജനമിരിക്കാൻ തുടങ്ങി. ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ വിലക്ക് അവർ വിലവെച്ചില്ല. അവർ തീർത്തും ആ ഇലാഹിനെ ഭജനമിരിക്കുന്ന അവസ്ഥയിലുണ്ടായി. ഖുർആൻ പറഞ്ഞു, ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാറുൻ വഖാലൂ ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. അദ്ദേഹം ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി, ആ രൂപമുണ്ടാക്കി, അതിനൊരു തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി, ഒരു മുക്കറയുണ്ടാക്കി. എന്നിട്ട് ഇത് നിങ്ങളുടെ ഇലാഹും മൂസയുടെ ഇലാഹുമാണ് എന്ന് അവർ പറഞ്ഞു. ആ സാമിരിയെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അവനെ അവലംബിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന സന്ദേശം മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയ്ക്ക് നിരന്തരം നടത്തിക്കൊണ്ടിരുന്നിട്ടും ഇതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങളും വ്യതിയാനങ്ങളും ഓരോ സന്ദർഭങ്ങളിലും അവരിൽ ഉണ്ടായതായി ഖുർആൻ പറയുന്നു. വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ ഫഅഖദതുകുമുസ് സ്വാഇഖതു വഅൻതും തൻദുറൂൻ. ഖുർആൻ പറയാണ്, മറ്റൊരിക്കൽ അവർ ആവശ്യപ്പെട്ടത് അല്ലാഹനെ നേർക്ക് നേരെ കൊണ്ടുവരണം, പടച്ചവനെ ഞങ്ങൾക്ക് കാണണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ആ പടച്ചവനെ ആരാധിക്കാൻ എന്ന് വരെ അവർ പറഞ്ഞു കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നു. വഇദ് ഖുൽതും യാ മൂസ, നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ലൻ നുഅ്മിന ലക, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ നറല്ലാഹ ജഹറതൻ, അല്ലാഹുവിനെ ഞങ്ങളുടെ മുമ്പിൽ പരസ്യമായി ദാ നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ഇതാ അല്ലാഹ് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കണം എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ഫലമായി അങ്ങനെ നിങ്ങളെ ഘോരമായൊരു ശബ്ദം പിടികൂടുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ആ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായത് എന്ന് ഇസ്രായേലിനോട് അള്ളാഹു പറയാണ്. എന്നിട്ട് അവരെ വീണ്ടും ജീവിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ അള്ളാഹുവിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും ആ ആളുകൾ പിന്നെയും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന സമീപനമുണ്ടാവുകയും മതപരമായ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ സമീപനം എല്ലാ രംഗങ്ങളിലും വെച്ചു പുലർത്തുകയും ചെയ്ത ആ സമൂഹത്തെ പോലെ നിങ്ങളാവാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഇതുപോലെയുള്ള ഖബറുകളെ, മഖാമുകളെ കെട്ടിപ്പൊക്കുന്നതും ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന സമീപനവും ഭൗതികമായ നമ്മുടെ സമീപനവും നമ്മുടെ എല്ലാ രംഗങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ടും ദീനിനോട് ഏറ്റവും നല്ല ഗുണകാംക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ, പ്രവാചകന്റെ അനുയായികളായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ, പ്രവാചകന്റെ ഉമ്മത്തുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള പോരായ്മകൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വയാ ഇബാദല്ലാഹ്
ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം, സ്വലാത്ത് വളരെ ഭയഭക്തിയോടുകൂടി നാം നിർവഹിക്കേണ്ട അതിമഹത്തായ ഇബാദത്ത്. ആ ഇബാദത്തുകളിൽ വന്നു പോകുന്ന പോരായ്മകൾ പരിഹരിക്കുവാൻ വേണ്ടി നമസ്കാരത്തിന് ശേഷം പല ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഅന്ന ദുബ്റ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. നമസ്കാരത്തിൻ്റെ പിന്നാലെ ഈ ഒരു ദിക്ർ നിങ്ങൾ, ഈ ഒരു ദുആ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണം. അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ. വ ശുക്രിക, അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ. വ ഹുസ്നി ഇബാദതിക, നല്ല നിലയിൽ ഇബാദത്ത് നിർവഹിക്കുക. 3 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ അറബി നമുക്കറിയില്ലെങ്കിലും ആ ഒരു മലയാളത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, ഇബാദത്തുകൾ നന്നായി നിർവഹിക്കാൻ നീ എനിക്ക് സഹായം നൽകണമേ എന്ന് പറയാൻ വേണ്ടി നമസ്കാര ശേഷം ആ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, നമസ്കാരം നിർവഹിച്ച ശേഷം നമ്മൾ നിർവഹിക്കുന്നത് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയാണ്. നമ്മുടെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് അത് കാണാൻ കഴിയും. വളരെ പ്രബലമായ ഹദീസ് തന്നെയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം. അതിനുശേഷം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതീത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതൊക്കെ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലൂടെ നമുക്ക് ഈ ഒരു പ്രാർത്ഥന, ഈ ദിക്ർ നിർവഹിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാൻ കഴിയും. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അവനാണ് എല്ലാ ആധിപത്യവും, അവനാണ് സർവസ്തുതിയും, മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായി അവന് കീഴ്മൊതുക്കിക്കൊണ്ട് നിഷ്കളങ്കമായി അവന് കീഴ്പ്പെടാൻ വേണ്ടി ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന ഈ ദിക്ർ ചൊല്ലണമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഓരോ നമസ്കാരത്തിന് ശേഷവും മൻ സബ്ബഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, ഓരോ നമസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതെല്ലാം നിർവഹിക്കുകയാണെങ്കിൽ, അത് മുഖ്ലിസീന ലഹു, അവനെ നിഷ്കളങ്കമായി നിർവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞാൽ 99 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഉഫിറത്ത് ഖതായാഉ വഇൻ കാന മിസ്ല സബദിൽ ബഹരി, കടലിലെ നുരപതകളോളമുള്ള പാപങ്ങളെ, അത് എത്രത്തോളമുള്ള പാപങ്ങളാണെങ്കിൽ തന്നെയും ആ പാപങ്ങളെയെല്ലാം അള്ളാഹു ഇതിൻ്റെ ഫലമായി നമുക്ക് പുറത്തു തരണമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളല്ല. നമ്മുടെ നമസ്കാരം ഭയഭക്തിയോടുകൂടി നിർവഹിക്കുകയും
ഈ ഓരോ പ്രാർത്ഥനകളും ദിക്റുകളുമൊക്കെ സൗകര്യമുള്ളവരൊക്കെ ഇരുന്ന് അത് ചൊല്ലിയതിനു ശേഷം മാത്രം സ്ഥലം വിടുകയും ചെയ്യുക. അല്ലാത്തവർ, തിരക്കുള്ളവർ പോകുന്ന വഴിയിൽ ആ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മതപരമായ ദീനിയായ കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി നിർവഹിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വന്നു പോയിട്ടുള്ള പോരായ്മകൾ അള്ളാഹു നമുക്ക് പരിചരിച്ച് തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നാം ഏർപ്പെടുന്ന കാര്യങ്ങളിലുമൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك سميع قريب مجيب الدعوات ومنزل البركات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.